എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂരം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Four of Wands, Page of Pentacles, Tower Moment, High Priest, Five of Cups, Two of Wands. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, അതായത് ഫോർ ഓഫ് വോൺസ് എനർജി ആൻഡ് ഫൈവ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ജീവിതത്തിൽ സക്സസ്ഫുള്ളായി മുന്നോട്ടേക്ക് പോകുന്ന സമയം തന്നെയാണ് ഈ ഒരു വർഷം. അപ്പോൾ പൊതുവെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. എന്നിരുന്നാലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അത് ലഭിച്ചില്ല, നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കിട്ടിയില്ല, നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും റീസൺ ഉണ്ടാകും. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം കുറിച്ചിട്ടിരിക്കുന്നത് എന്താണ്, എന്തിനാണ്, പലപ്പോഴും അത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പല കാര്യങ്ങളും നമ്മൾ ഈ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും അത് എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നില്ല, നമുക്ക് ബാഹ്യമായിട്ടുള്ളത് മാത്രമാണ് കാണുന്നത്. അതിൻ്റെ ഹിഡൻ ട്രൂത്ത് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന കാരണം ഒരിക്കലും നമുക്ക് മനസ്സിലാകാറില്ല. പലപ്പോഴും ആളുകൾ അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിട്ട് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ബന്ധങ്ങളായിരിക്കും, അതായത് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം, ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വളരെ അടുത്ത സുഹൃത്തായിരിക്കും. അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നത് പതുക്കെ പതുക്കെ ആ ഒരു വ്യക്തി നിങ്ങളോട് അധികം അടുപ്പം കാണിക്കാതെ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനാവും. അത് മനസ്സിലാക്കുക. ഇത് ഈ ഒരു സമയം വരെ നിങ്ങളുടെ കൂടെ നിൽക്കാനായിരുന്നു ഒരു വിധി ഉണ്ടായിരുന്നത്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പർപ്പസ് ഉണ്ടായിരുന്നു ഇതുവരെ. ആ ഒരു പർപ്പസ് ഇപ്പം ഇല്ലാതാവുകയാണ്, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ പോലും. അപ്പോൾ ആ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ആ ഒരു നഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുക. ആ റിലേഷൻഷിപ്പ് മാറിപ്പോകുന്നു. ചിലപ്പോൾ ഒരു കൊളീഗ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചായിരിക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഒരു റിവാർഡിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതേസമയം ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു കൺഫ്യൂഷനും കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരു തരത്തിൽ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളതൊന്നും മാറില്ല. കാരണം ഇപ്പോൾ ജോലി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. എന്നാൽ വേറെ ജോലിക്ക് നിങ്ങൾ ട്രൈ ചെയ്യാനൊരു ആത്മവിശ്വാസക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ ഒരു ജോലി ഒരു ജോലിയിലൊരു ബ്രേക്കോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന സിറ്റുവേഷനോ വരാം. ആ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെൻ യു ഫീൽ ഹെൽപ്ലെസ്, വേറെ ഒന്നും നമ്മൾ പലപ്പോഴും പറയില്ലേ, നെസസിറ്റി ഈസ് ദ മദർ ഓർ ഫാദർ ഓഫ് ഇൻവെൻഷൻ. എന്തായാലും കാരണം അത്യാവശ്യമാണ്, വേറെ ഒരു വഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാകുമ്പോഴാണ് പലരും പല കാര്യങ്ങളും ചെയ്യുന്നത്, പല കണ്ടുപിടുത്തങ്ങൾ വരെ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പോസിറ്റിവിറ്റിയിലേക്കാണ് അത് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ലൈഫിൽ ഒത്തിരി വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അത് കരിയർ ആയിരിക്കാം, പിന്നെ ചില ആളുകൾക്ക് പേഴ്സണൽ ലൈഫിലാണ്. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട്, ന്യൂ ഹോം, ആദ്യമായിട്ട് നിങ്ങളുടെ പേരിലൊരു വീട് എന്നുള്ളൊരു സന്തോഷം അനുഭവിപ്പിക്കുന്നുണ്ട്. ഒരു എക്സാം റിസൾട്ടൊക്കെ വരുന്ന കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച് ഇരുന്നൊരു കാര്യം, എക്സാം റിസൾട്ട് പാസ്സാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹോളിഡേ ട്രിപ്സ് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഹൈ പ്രീസ്റ്റ് എനർജിയാണ്.
അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡായിട്ട് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഒരു രീതി സ്വഭാവമൊക്കെ ഉണ്ടാവും. പക്ഷെ വളരും തോറും അത് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ പലതരത്തിലുള്ള ആളുകൾ, സോഷ്യൽ കണ്ടീഷനിങ്, സൊസൈറ്റിയുടെ ആ ഒരു ചുറ്റുപാടും സിറ്റുവേഷൻസ് വെച്ചിട്ട് നമ്മളുടെ തിങ്കിങ്ങും നമ്മളുടെ രീതികളും മാറുന്നു. പക്ഷെ നിങ്ങൾ ശരിക്കും ആരായിരുന്നോ എന്തായിരുന്നോ അത് നിങ്ങളുടെ ഉള്ളിൽ അപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്, നിങ്ങളുടെ ഇന്നർ ചൈൽഡ്. അപ്പോൾ ആ ഒരു ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരികയാണ്, നിങ്ങളെ തന്നെ മനസ്സിലാക്കുകയാണ്, ജീവിതം വീണ്ടും ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ സംതൃപ്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഹാപ്പി മെമ്മറീസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ഇനിയും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹാപ്പി മെമ്മറീസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് കെയർ ഫ്രീ ആയിട്ട്, അതിപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ എപ്പോഴും കെയർ ഫ്രീ ആയിരിക്കും. വലുതാവുമ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ പലതും ചെയ്യാതെ വിട്ടുപോകുന്നു. അത് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ന്യൂസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഫിനാൻസ് വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് എഡ്യൂക്കേഷൻ, അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ നല്ല സാധ്യതകളാണ്. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുന്നുണ്ട്. എൻട്രൻസ് എക്സാംസ് അതേപോലെയൊക്കെ മത്സര പരീക്ഷകൾ എഴുതി വിജയിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള ടെസ്റ്റ് കാര്യങ്ങൾ, IELTS, TOEFL അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് എന്തെങ്കിലും പ്രത്യേക പരീക്ഷകൾ, അതൊക്കെ പാസ്സാവുന്ന ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു വിഷ് കം ട്രൂ എനർജിയാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നത്, നിങ്ങളിപ്പോൾ അടുത്ത ജോബ് ഓഫർ വന്നിട്ട് നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ജോലി കിട്ടിയെന്നായിട്ട് പിന്നെ അവരെക്കുറിച്ചൊന്നും കേൾക്കാനില്ല, നിങ്ങളും അത് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ഒന്നും കൂടിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, അതിപ്പോഴും ഉണ്ടോ ജോലി, എന്തായി സിറ്റുവേഷൻ. അവർ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കുക എന്ന് പറയില്ലേ, വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ പുതിയ വീട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഒത്തിരി ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്, കോൺട്രാക്ട്സും മറ്റും ഇതൊക്കെ. അപ്പോൾ കോൺട്രാക്ട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ചെക്ക് ചെയ്യുക കോൺട്രാക്ട്സ്, അതിന് ശേഷം മാത്രം അതായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 2 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണർഷിപ്പ് കാണിക്കുന്നുണ്ട്, പ്രണയം സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രണയം എന്ന് പറയുമ്പോൾ ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അറേഞ്ച് മാരേജ്, ഏതെങ്കിലും രീതിയിലൊരു പ്രപ്പോസൽ വരുന്നുണ്ട് വിവാഹം കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ആണ് എങ്കിൽ. അടുത്തിടയ്ക്ക് വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ചേർന്നിട്ട് എന്തോ ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ, ഫാമിലിയിൽ ഫാമിലി മെമ്പേഴ്സോ ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കണക്ഷൻസ് ഉള്ളവർ തമ്മിൽ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ടീച്ചിങ് ജോബ് ചെയ്യുന്ന റിസർച്ചേഴ്സ്, പ്രൊഫസർ, ലെക്ചറേഴ്സ്, അതുപോലെയുള്ള നന്നായിട്ട് സംസാരിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്നത്, ഇപ്പോൾ ലോയർ ആയിരിക്കാം, ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കാം, ഒത്തിരി പ്രാസംഗികരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി സാധ്യതകൾ നൽകുന്നൊരു വർഷമാണ്. മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത്, നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഒരു കൂട്ടായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷനുണ്ട്. അത് പിന്നെ പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ലൈഫിൽ വരാം. നിങ്ങൾ സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ പിന്നെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരല്ലെങ്കിൽ പ്രഗ്നൻസി ആഗ്രഹിക്കാത്തവർ ശ്രദ്ധിക്കുക. അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ടവർ മൂവ്മെൻറ്റ് ആൻഡ് 5 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും പുനർസൃഷ്ടിക്കാനുള്ള അവസരവും നിങ്ങളെ സംബന്ധിച്ച് വരുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലത് നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെ കൺട്രോളിലാക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കുക. അതിൻ്റെ സിറ്റുവേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണോ ആ പ്രപഞ്ചശക്തി അത് കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കോളും. നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ വർഷം. ഇതുവരെ ചെയ്ത ചില കാര്യങ്ങൾ
വീണ്ടും രണ്ടാമതൊന്നും ചെയ്യേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ച് തുടങ്ങാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പലതും നിങ്ങൾ റീബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ലൈഫിൽ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പിന്നെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ളൊരു മനസ്സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതവും നിങ്ങൾ സ്വപ്നം കണ്ട ആ മനസ്സമാധാനത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതവും ഈ വർഷം സാധ്യമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.